പതിരില്ലാത്ത പഴഞ്ചൊല്ലുകൾ ഭാഗം 9. പലതും നിങ്ങൾ കേട്ടുമറന്ന പഴഞ്ചൊല്ലുകളാണെങ്കിലും അതിൻ്റെ പിറകിലുള്ള രസകരമായ കഥകളൊക്കെ പലർക്കും അറിയാമെന്ന് തോന്നുന്നില്ല. ഒരു മഴ പെയ്തിട്ടു തന്നെ നടു എടുത്തുകൂടാ എന്നൊരു ചൊല്ല് കേട്ടിട്ടുണ്ടാകുമല്ലോ. ഒരു മഴ പെയ്തിട്ട് തന്നെ നടുവേദന കാരണം നിവർന്നു നടക്കാൻ പറ്റാതായി എന്ന് സാരം. ഒരു ജോലി ചെയ്ത് തളർന്നിരിക്കുമ്പോഴായിരിക്കും മറ്റൊരു ജോലി കൂടി ഏൽപ്പിച്ചുകൊണ്ട് ആരെങ്കിലും കടന്നു വരുന്നത്. അപ്പോൾ സ്വയം പിറുപിറുക്കുന്നത് ഇങ്ങനെയായിരിക്കും: ഒരു മഴ പെയ്തിട്ട് തന്നെ നടുവെടുത്തുകൂടാ, അപ്പോഴാണ് മറ്റൊന്ന്. ഇതിൻ്റെ പിന്നിലെ കഥ കൂടി കേൾക്കുന്നത് ഏറെ കൗതുകകരമായിരിക്കും. മഴ പെയ്യാനുള്ള ലക്ഷണമൊന്നും കാണാതെ ചൂടുകൊണ്ട് തളർന്നിരിക്കുമ്പോഴാണ് കണ്ണൻ നായർക്ക് ഒരു ബുദ്ധി തോന്നിയത്. ജ്യോത്സ്യനെ കണ്ട് ഗണിച്ചു നോക്കിയാൽ അടുത്തെങ്ങാനും മഴ പെയ്യുമോ എന്നറിയാമല്ലോ. കണ്ണൻ നായർ അടുത്തു തന്നെയുള്ള ജ്യോത്സ്യനെ കണ്ട് കാര്യം പറഞ്ഞു. രാശിപ്പലകമേൽ കവിടി നിരത്തി ജ്യോത്സ്യൻ കൂട്ടിയും കിഴിച്ചും നോക്കി. അടുത്ത ബുധനാഴ്ച മഴ പെയ്യുമെന്ന് തറപ്പിച്ചു പറഞ്ഞു. ചൊവ്വാഴ്ച അസ്തമിക്കാറായിട്ടും മഴക്കോളൊന്നും കാണാതെ ജ്യോത്സ്യൻ ബേജാറിലായി. മഴ പെയ്തില്ലെങ്കിൽ തൻ്റെ പേരും പെരുമയുമാണ് നഷ്ടമാകുന്നത്. നേരം ഇരുട്ടി. എല്ലാവരും ഉറങ്ങിയപ്പോൾ ജ്യോത്സ്യൻ ഒരു കുടവും ഏണിയുമായി കണ്ണൻ നായരുടെ വീട്ടിലെത്തി. പുല്ലുമേഞ്ഞ വീടിന് ഏണി ചാരി വെച്ച് കിണറ്റിൽ നിന്നും കുടത്തിൽ വെള്ളം കോരി നിറച്ച് ജ്യോത്സ്യൻ വീടിൻ്റെ മേൽക്കൂരയിൽ വെള്ളം നനച്ചു തുടങ്ങി. ഒടുവിൽ താഴെ വീടിനു ചുറ്റും വെള്ളം കോരി നന്നായി നനച്ചു. ഏണിയും കുടവുമെടുത്ത് വീട്ടിൽ ചെന്ന് കിടന്നുറങ്ങി. വെള്ളം കോരി നനച്ച് ജ്യോത്സ്യൻ്റെ നടു ഒടിഞ്ഞിരുന്നു. കാലത്ത് എഴുന്നേറ്റ് പുറത്തിറങ്ങിയ കണ്ണൻ നായർ കണ്ടത് നല്ല മഴ പെയ്ത ലക്ഷണമായിരുന്നു. ജ്യോത്സ്യൻ്റെ പ്രവചനത്തിൽ മൂപ്പർക്ക് വളരെ സന്തോഷം തോന്നി. മാസം കഴിഞ്ഞിട്ടും പിന്നെയും മഴയൊന്നും കാണാതെ കണ്ണൻ നായർ വീണ്ടും ജ്യോത്സ്യനെ സമീപിച്ചു. ഒന്നുകൂടി ഗണിച്ചു നോക്കാൻ പറഞ്ഞു. കേട്ടപാടെ ജ്യോത്സ്യൻ്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: ഒരു മഴ പെയ്തിട്ട് തന്നെ നടുവെടുത്തുകൂടാ, അപ്പോഴാണ് വീണ്ടും മഴക്കോൾ അന്വേഷിച്ചു വരുന്നത്. ഒരു മഴ പെയ്യിച്ചതിൻ്റെ ബുദ്ധിമുട്ട് ജ്യോത്സ്യന് മാത്രമേ അറിയൂ. ഇനിയും ഒരു മഴ കൂടി പെയ്യിക്കേണ്ടി വന്നാൽ തൻ്റെ നടുവിൻ്റെ കാര്യം കഷ്ടത്തിലായതു തന്നെ എന്ന ചിന്തയായിരുന്നു ജ്യോത്സ്യൻ്റെ പ്രതികരണത്തിൽ വന്നത്. നമുക്ക് വീണ്ടും കാണാം മറ്റൊരു പഴഞ്ചൊല്ലുമായി. സ്നേഹത്തോടെ. നന്ദി, നമസ്കാരം.